കാർഷിക വാർത്തകൾ. കാർഷിക മേഖലയ്ക്ക് 829 കോടിയുടെ ADB വായ്പ. ഹോർട്ടിക്കൾച്ചർ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. കാർഷിക വിളകളെ ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം ഉറപ്പാക്കാനും വിള വർദ്ധിപ്പിക്കാനുമായാണ് വായ്പ. കൂടാതെ ഗുണമേന്മ, കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ പ്രതിരോധം എന്നിവയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും. കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ സാമ്പത്തികകാര്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ജുഹി മുഖർജിയും ADBയുടെ ഇന്ത്യൻ റെസിഡന്റ് മിഷന്റെ ഓഫീസർ ഇൻചാർജ് കായ്വൈ യോയുമാണ് ഇതു സംബന്ധിച്ച കരാറിൽ ഒപ്പുവെച്ചത്. ബിൽഡിംഗ് ഇന്ത്യാസ് ക്ലീൻ പ്ലാൻ പ്രോഗ്രാമിന്റെ ഭാഗമായാണ് വായ്പാ കരാർ. കർഷകരുടെ ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് അത്യന്താപേക്ഷിതമായ സസ്യങ്ങളുടെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കാൻ ADB വായ്പ സഹായകമാകുമെന്ന് ജുഹി മുഖർജി വ്യക്തമാക്കി. ഇന്ത്യയിൽ ഹോർട്ടിക്കൾച്ചറിനുള്ള ക്ലീൻ പ്ലാൻ പ്രോഗ്രാം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് റെഗുലേറ്ററി ചട്ടക്കൂടും മറ്റ് സംവിധാനങ്ങളും വികസിപ്പിക്കാൻ ഇത് സഹായിക്കും. വിളരോഗനിർണയത്തിനായി അത്യാധുനിക ലബോറട്ടറികൾ സജ്ജീകരിച്ചും പരിശീലനം ലഭിച്ച വിദഗ്ധരെ നിയമിച്ചും ക്ലീൻ പ്ലാൻ സെന്ററുകൾ സ്ഥാപിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഭേദഗതി വരുത്തി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. ഏലം കൃഷി ഇൻഷുർ ചെയ്യുന്നതിന് ഏറ്റവും കുറഞ്ഞ പരിധി 1 ഏക്കറാക്കി. സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഏലം കൃഷി ഇൻഷുറൻസ് ചെയ്യുന്നതിന് ഏറ്റവും കുറഞ്ഞ പരിധി 1 ഏക്കറാക്കി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. സംസ്ഥാനത്തെ പ്രധാന കാർഷിക വിളകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിന് നിലവിലുള്ള വ്യവസ്ഥകളിൽ ഭേദഗതി വരുത്തി കൂടുതൽ വിളകൾ ഉൾപ്പെടുത്തുന്നതിനും നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കുന്നതിനുമായി സർക്കാർ പദ്ധതി തയ്യാറാക്കി വരികയാണ്. കുറഞ്ഞത് 1 ഹെക്ടറെങ്കിലും ഏലകൃഷിക്ക് നാശനഷ്ടം ഉണ്ടായാൽ മാത്രമേ ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കുകയുള്ളൂ എന്നതായിരുന്നു ഇതുവരെ നിലവിലുണ്ടായിരുന്ന വ്യവസ്ഥ. പുതിയ ഭേദഗതിയിൽ ചെറുകിട നാമമാത്ര കർഷകർ കൂടി ആനുകൂല്യത്തിന്റെ പരിധിയിൽപ്പെടും. ഭേദഗതി വരുത്തിയ ഉത്തരവ് പ്രകാരം 100 സെന്റ് കായ്ഫലം ഉള്ള ഏലം കൃഷി 1 വർഷത്തേക്ക് ഇൻഷുർ ചെയ്യുന്നതിന് 600 രൂപയാണ് പ്രീമിയം. 3 വർഷത്തേക്ക് ഒരുമിച്ച് ഇൻഷുർ ചെയ്യാൻ 1500 രൂപ അടച്ചാൽ മതിയാകും. 100 സെന്റിൽ ഉണ്ടായ പൂർണ്ണമായ ഏലം കൃഷിനാശത്തിന് 24,000 രൂപയാണ് നഷ്ടപരിഹാര തുകയായി നിശ്ചയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഉള്ളി പ്രതിസന്ധി തുടർന്ന് പച്ചക്കറിയുടെ ഫ്ലാഷ് സെയിലുമായി സ്വിഗ്ഗി. ഡൽഹി മേഖലയിൽ ഇന്നലെ വൈകിട്ട് 1 മണിക്കൂർ നേരത്തേക്കാണ് ഫ്ലാഷ് സെയിൽ നടത്തിയത്. വിപണിയിലും പകുതി വിലയ്ക്കാണ് സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് ഉള്ളി വിൽപ്പന നടത്തിയത്. ഇന്നലെ വൈകിട്ട് 7 മുതൽ 8 വരെയായിരുന്നു വിൽപ്പന. 39 രൂപയ്ക്കാണ് സ്വിഗ്ഗി ഉള്ളി വിറ്റത്. ഫുഡ് ഓർഡറിനൊപ്പം അധിക ഉള്ളി നൽകണമെന്ന ഉപഭോക്താവിന്റെ പോസ്റ്റ് വൈറലായ പശ്ചാത്തലത്തിലാണ് ഉള്ളിയുടെ പരിമിതകാല വിൽപ്പനയുമായി സ്വിഗ്ഗി രംഗത്തെത്തിയത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും ഉള്ളിവില കിലോയ്ക്ക് 80 രൂപ വരെ എത്തിയിരുന്നു. ഉള്ളി പോലുള്ള അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിൽ നട്ടം തിരികെയാണ് ജനങ്ങൾ. ഹോട്ടൽ ഭക്ഷണങ്ങളിലും വിലവർധന പ്രകടമായി തുടങ്ങി. ഡൽഹി, മുംബൈ തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ കിലോഗ്രാമിന് 30 മുതൽ 40 രൂപ വരെയായിരുന്ന ഉള്ളിവിലയാണ് ഉൽപാദനത്തിലുണ്ടായ ഇടിവിനെ തുടർന്ന് കത്തിക്കയറിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ 30-ലധികം അസോസിയേഷനുകളെ ഒന്നിപ്പിച്ച് പൗൾട്രി ഇൻഡസ്ട്രി അലയൻസ് രൂപീകരിച്ചു. കോഴി വളർത്തൽ മേഖലയിലെ വിതരണ വെല്ലുവിളികൾ നേരിടുകയും ഉപഭോഗം വർദ്ധിപ്പിക്കുകയുമാണ് കൂട്ടായ്മയുടെ ലക്ഷ്യം. രാജ്യത്തിന്റെ GDPയിലേക്ക് 1,35,000 കോടി രൂപയാണ് കോഴി വളർത്തൽ മേഖലയിൽ നിന്നുള്ള സംഭാവന. 10 ലക്ഷത്തിലധികം ബ്രോയിലർ കർഷകരും ഉൾപ്പെടുന്നതാണ് ഈ മേഖല. കോഴിത്തീറ്റയുടെ സുപ്രധാന ഘടകങ്ങളായ ചോളത്തിന്റെയും സോയയുടെയും വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം കർഷകർ കാര്യമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. കോഴി ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുൻപാകെ വ്യവസായ മേഖലയ്ക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയാണ് പോൾട്രി ഇൻഡസ്ട്രി അലയൻസ് വഴി ലക്ഷ്യമിടുന്നത്. നവംബർ 27 മുതൽ 29 വരെ ഹൈദരാബാദിൽ നടന്ന ത്രിദിന പോൾട്രി എക്സ്പോയിലാണ് അലയൻസ് രൂപീകരിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സോയാബീൻ ക്രഷിംഗ് 117 ലക്ഷം ടണ്ണായി ഇടിഞ്ഞേക്കും. സോയാബീൻ ലഭ്യതയിലുണ്ടായ കുറവാണ് കാരണം. ലഭ്യതയും സ്റ്റോക്കുകളും കുറയുന്നതിനാൽ ക്രഷിംഗും കയറ്റുമതിയും ഇടിയുമെന്നാണ് സോയാബീൻ പ്രോസസേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കണക്കുകൂട്ടൽ. സോയാബീൻ പ്രോസസേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ സപ്ലൈ ആൻഡ് ഡിമാൻഡ് കണക്കുകൾ പ്രകാരം ഈ വർഷം സോയാബീൻ ലഭ്യത മുൻ വർഷത്തെ 149.06 ലക്ഷം ടണ്ണിനെ അപേക്ഷിച്ച് 137.76 ലക്ഷം ടണ്ണായി കുറഞ്ഞിട്ടുണ്ട്.
ഇതുമൂലം സോയാബീനിൽ നിന്നുണ്ടാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലും കുറവുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. കയറ്റുമതി മുൻവർഷത്തെ 22.75 ലക്ഷം ടണ്ണിൽ നിന്ന് 15.5 ലക്ഷം ടണ്ണായി കുറഞ്ഞേക്കും. ഒക്ടോബറിൽ മാത്രം സോയാബീൻ ക്രഷിംഗ് 9.5 ലക്ഷം ടണ്ണായി കുറഞ്ഞു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇത് 11.5 ലക്ഷം ടണ്ണായിരുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.